ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമെന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരുന്നു. ഇപ്പോൾ ജാഫയിലെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി എത്തുന്നു. ഇറാൻ 100-ലധികം മിസൈലുകൾ തൊടുത്തു എന്നതാണ് വരുന്ന വിവരം. രാംകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാംകുമാർ, അങ്ങനെ ഇസ്രയേലിനകത്ത് കടന്നു കയറി നേരിട്ട് തന്നെയുള്ള ഒരു ആക്രമണം, അതൊരു ചാവേർ ആക്രമണമാണോ അതല്ല അയൺ ഡോമുകളെ ഭേദിക്കുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണമാണോ? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്? ഗോകുൽ, ജാഫയിലെ ആക്രമണത്തിൽ ഇറാന്റെ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് 2 പേരാണ് അക്രമ സംഘത്തിലുള്ളത്. ഇവർ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, നിരവധി പേർക്ക് പരുക്കേറ്റു. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ജാഫയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം ജെറുസലേം സ്ട്രീറ്റിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. അതേസമയം അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വിവരം, ടെൽ അവീവിന്റെ ആകാശത്ത് ഇറാന്റെ മിസൈലുകൾ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ അതിശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ട്, അയൺ ഡോം ഉണ്ട്. ഈ ഇരുമ്പു മറയിൽ തട്ടി ഈ പല മിസൈലുകളും തകരുന്നുണ്ട്. എന്നാൽ പോലും ടെൽ അവീവിന്റെയും ഇസ്രായേലിന്റെ പല സ്ഥലങ്ങളുടെയും ആകാശത്ത് ഇപ്പോൾ ഈ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഉള്ളത്. വെള്ളിടി വെട്ടും പോലെ മിസൈലുകൾ ഇങ്ങനെ തകരുന്നതും പൊട്ടിത്തെറിക്കുന്നതുമൊക്കെയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. മധ്യ ഇസ്രായേലിലെയും തെക്കൻ ഇസ്രായേലിലെയും ജനങ്ങളോട് നേരത്തെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് ആളുകൾ ബങ്കറുകളിൽ തന്നെ തുടരുകയാണ്. ഇസ്രായേലിൽ ഉടനീളം ഈ അപായ സൈറനുകൾ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രായേലും നീങ്ങുന്നു എന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ഗോകുൽ, തീർച്ചയായും ഇറാന്റെ ഭാഗത്തുനിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിക്കുന്നു. ചാവേർ ആക്രമണം നടക്കുന്നു ജാഫയിൽ. അങ്ങനെ ഇസ്രായേലിന് നേരെ കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ലെബനനിൽ കടന്നു കയറിയുള്ള കരയുദ്ധത്തിന് മറുപടി എത്തുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. അത് പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യത്തെ കൂടുതൽ ആശങ്കാജനകമാക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിനടക്കം ആശങ്കയുണ്ട്. അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എംബസി.